ഹലോ കേൾക്കുന്നുണ്ടോ? ദിസ് ഈസ് നീതു ഫ്രം തേഴ്സ് ലേണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇനി ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാത്തിരുന്നിട്ടുള്ള ഒരു വിജ്ഞാപനം തന്നെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കധികമാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് എങ്ങനെ എവിടെ നിന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണമെന്ന് ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. പഠിച്ചുള്ള ആൾക്കാരോടല്ല, അല്ലാത്തവരുണ്ട്. ആദ്യമായിട്ട് കാലെടുത്ത് വെച്ചവരുണ്ടായിരിക്കും, പിന്നെ ഇതിനെ സീരിയസ് ആയിട്ട് കാണാത്തവരുണ്ടായിരിക്കും, ജസ്റ്റ് പോയിട്ട് ഒന്ന് എഴുതി വരുന്നവരുണ്ടായിരിക്കും. അങ്ങനെ കുറേ ആൾക്കാർ ചിലപ്പോൾ ഒന്ന് പഠിച്ചു നോക്കാം എന്ന് വെച്ചിട്ട് ഇരിക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്കാണ് പറയുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് നോക്കിയാലോ. ഏറ്റവും ആദ്യം വേണ്ട കാര്യം എന്താണെന്നറിയോ? നമുക്ക് സ്വയം ഒരു തോന്നൽ വരണം, നമുക്കിത് കിട്ടും. ഒരു സെൽഫ് കോൺഫിഡൻസ് അത് മസ്റ്റാണ് ഏതൊരു കാര്യത്തിനും. എനിക്കിത് കിട്ടും, ഇതിനു വേണ്ടി ഞാൻ ട്രൈ ചെയ്യും, അതിനുവേണ്ടി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും എന്നൊരു ഉറച്ചൊരു തീരുമാനം, ആ ഒരു കോൺഫിഡൻസ്, അതാണ് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സിലബസ് ഉണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഡിഗ്രി പ്രിലിംസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻസിൻ്റെ നമുക്ക് ഇതിൻ്റെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും അത് കിട്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാമെന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടം ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസിൻ്റെ സിലബസ് അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. കാരണം സിലബസ് അറിഞ്ഞ് തന്നെ പഠിക്കണം. എന്തോരം പഠിച്ചു എന്നതിലല്ല, എന്തൊക്കെ പഠിച്ചു അത് എന്തോരം പഠിക്കണം, അതായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ ആദ്യം തന്നെ സിലബസ് പ്രിൻ്റ് എടുത്ത് വെക്കുക. പിന്നെ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് നോക്കണം. ഏതൊക്കെ പോർഷൻസ് എന്തോരം മാർക്കിനൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കി വെക്കണം. അതിന് നമ്മൾ കൂടുതൽ മുൻതൂക്കം കൊടുക്കണം. അതുപോലെ നമുക്ക് കിട്ടാത്ത വീക്കായിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണോ അതിനും മുൻതൂക്കം കൊടുത്ത് വെക്കണം. ആദ്യം അത് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. പിന്നെ വേണ്ടതാണ് PYQ. PYQൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാലോ. അപ്പോൾ 2021 മുതൽ ഇങ്ങോട്ട് ഈ കഴിഞ്ഞ എക്സാംസ് വരെ, അത് ഡിഗ്രി ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, 10th ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാൻ പറ്റിയ നല്ലത്. പക്ഷേ അതിൻ്റെ നമ്മൾ ഫോണിൽ PDF ഒക്കെ ആയിട്ട് നോക്കാൻ പറ്റിയാലും കുഴപ്പമില്ല. നമുക്ക് എങ്ങനെയാണോ പറ്റുക അതുപോലെ നമ്മൾ ചെയ്യാം. അപ്പം ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എന്താണ്, ഒരു OMR ബുക്ക്ലെറ്റ് എന്തായാലും മേടിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ എക്സാം എങ്ങനെയാണോ എഴുതണേ അതേപോലെ തന്നെ നമ്മൾ എഴുതാം, അത്രയും ടൈം ലിമിറ്റ് വെച്ചിട്ട്. അപ്പോൾ 2 കാര്യങ്ങൾ നമുക്കതിൽ ഗുണമായിട്ട് വരും. കാരണം അതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് ആ ഒരു ടൈം ലിമിറ്റ് നമുക്കൊന്ന് നോക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മളുടെ നെഗറ്റീവ്സ് കുറയ്ക്കാനും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. കാരണം ഫസ്റ്റൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് ചിലപ്പം 10ഓ 20ഓ മാർക്കൊക്കെ കിട്ടിയെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് നെഗറ്റീവ്സ് ആയിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടാത്തതായിരിക്കും. അപ്പം നിരാശപ്പെടണ്ട. തെറ്റിയത് കിട്ടാത്തത് വേറൊരു നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. അതുപോലെ ഓരോ ദിവസം നമുക്ക് പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ 2ഓ 3ഓ ദിവസമെങ്കിലും PYQ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമ്മൾ ചെയ്തിരിക്കണം. അതുപോലെ ആഴ്ചയിൽ ഏറ്റവും അവസാനത്തെ ദിവസം ഉണ്ടാവുമല്ലോ, നമ്മൾ റിവിഷനായിട്ട് എന്തായാലും മാറ്റി വെക്കണം. അപ്പം ഈ തെറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കണം. അടുത്തതാണ് നമ്മുടെ SCERT NCERT. അപ്പോൾ പുതിയത് വേണോ പഴയത് വേണോ എന്നൊരു ചോദ്യവും വേണ്ട, പുതിയതും പഴയതും നോക്കണം. പറ്റുകയാണെങ്കിൽ നമ്മൾ ചാപ്റ്റേഴ്സ് വായിച്ചിട്ട് നമ്മൾ തന്നെ നോട്ട് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ അതിനൊന്നും പറ്റണില്ല, സമയമില്ലാത്തവരാണെങ്കിൽ എന്താ ചെയ്യുക, വല്ല ഗൈഡിനൊക്കെ നമുക്ക് ആശ്രയിക്കാം. എന്തായാലും അത് മസ്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പം ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മസ്റ്റ് തന്നെയാണ്. സിലബസ് പ്രിൻ്റ് എടുത്ത് വയ്ക്കുക, PYQ നമ്മൾ നോക്കണം, അതുപോലെ SCERT NCERT ചാപ്റ്റേഴ്സ്. പിന്നെയാണ് റിവിഷൻ. റിവിഷൻ എന്ന് പറയുന്നത് പഠിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് റിവിഷൻ ചെയ്തിരിക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ വെറുതെ പഠിച്ചു പോയിട്ടൊരു കാര്യമില്ല, നമ്മൾ മറക്കും. കാരണം അങ്ങനെയാണല്ലോ, മറവി നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമാണ്. പഠിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. സോ ഒരാഴ്ചയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ പഠിച്ചോ, ശനിയും ഞായറും റിവിഷനായിട്ട് കൊടുത്തോ, ആ വീക്ക് എന്തോരം എടുത്തോ അത് മുഴുവനും പഠിച്ച് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് നോക്കിക്കോ. റിവിഷൻ എന്ന് പറയുമ്പം ആദ്യം തൊട്ട് മൊത്തത്തിൽ പഠിക്കല്ല,
നമ്മൾ ആ പഠിച്ചതിൽ നമുക്ക് കിട്ടാത്ത പോയിന്റ്സ് മാത്രം. അപ്പോൾ ആ കിട്ടാത്ത പോയിന്റ്സ് മാത്രം നമ്മളൊരു മാർക്കർ കൊണ്ട് കളർ ചെയ്ത് വെച്ചാൽ അടുത്ത ആഴ്ചയിൽ ഈ പോയിന്റ്സ് മാത്രം നമുക്ക് നോക്കിയാൽ മതിയായിരിക്കും. അങ്ങനെ റിവിഷൻ ചെയ്യുക. പിന്നെ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി ആണ്. കൺസിസ്റ്റൻസി മുഖ്യം ബിഗിലേ. കാരണം മനുഷ്യനാണ്, നമ്മുടെ ലൈഫാണ്, അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും ഉണ്ടായിരിക്കും. എന്നിരുന്നാലും നമ്മൾ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് ഇല്ല എന്ന് ഉറപ്പിക്കാനായിട്ട് നമുക്ക് പറ്റണം. ആർക്ക് വേണ്ടിയിട്ടും മാറ്റിവെക്കാനുള്ള ഒന്നല്ല ജീവിതം. ഇനി അഥവാ നമുക്ക് ഒരു ഡേ എന്തെങ്കിലും കാരണം കൊണ്ട് പറ്റിയില്ല, പഠിപ്പ് നടക്കാനായിട്ട് പറ്റിയില്ല, മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ഡേ അതും കൂടെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അങ്ങനെ ഒരു സ്ട്രാറ്റജി, ഒരു പ്ലാനിങ് നമുക്ക് എന്തായാലും വേണം. കാരണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിക്കാനോ നിനക്കൊരു ജോലി വേണമെന്ന് പറയാനോ നമ്മളല്ലാണ്ട് നമ്മൾക്ക് ഉയരണം എന്ന് ചിന്തിക്കുന്ന ഒരാഗ്രഹത്തെക്കാൾ വേറൊരാളും നമ്മളെക്കുറിച്ച് ചിന്തിക്കില്ല. ചിന്തിക്കണവരുണ്ടാവും കേട്ടോ, ഇല്ല എന്ന് ഞാൻ പറയണില്ല. മിക്കവരുടെ കാര്യം ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ സ്വന്തമായിട്ട് ഒരു മോട്ടിവേഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പിന്നെ ഒരു ടൈം ടേബിൾ എന്തായാലും ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ആഴ്ചയിൽ ഉണ്ടാക്കിയാൽ മതിയാവും. തിങ്കൾ മുതൽ വെള്ളി വരെ ഞാൻ എന്തൊക്കെ പഠിക്കും എന്നുള്ളൊരു പ്ലാനിങ് നമുക്ക് ഉണ്ടാക്കണം. അതിനനുസരിച്ച് ഇന്നത്തെ ദിവസം ഞാൻ എന്ത് പഠിക്കണമെന്ന് വിചാരിച്ചോ അത് കംപ്ലീറ്റ് ആക്കിയിട്ടേ ഞാൻ കിടന്ന് ഉറങ്ങുള്ളൂ എന്നൊരു ഡിസിഷനും കൂടെ നമുക്ക് വേണം. പിന്നെ മറ്റൊരു മുഖ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ MEM ഉണ്ടല്ലോ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഡെയിലി ഒരു 30 മിനിറ്റ്, കുറഞ്ഞതൊരു 15 മിനിറ്റ് എങ്കിലും നമ്മൾ ഇവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ഈ MEMനെ കയ്യിലെടുക്കാനായിട്ട് സാധിച്ചാൽ ഈ പ്രിലിംസ് എന്നുള്ള പറയുന്ന ഒരു കടമ്പ നമുക്ക് നിഷ്പ്രയാസം കടക്കാനായിട്ട് സാധിക്കും. മെയിൻസിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിലും ഇവന് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പകുതി ഭാഗം നമ്മുടെ കഴിഞ്ഞു എന്നാ. അപ്പോൾ അതിനെ നമ്മൾ പിണക്കാതിരിക്കേണ്ട. നമ്മൾ അതിൽ വീക്കാണെങ്കിൽ ഡെയിലി 30 മിനിറ്റ്, ഞാൻ ഒരു മിനിമമാണ് പറഞ്ഞത്, അതിന് കൂടുതൽ പറ്റാന്ന് വെച്ചാൽ അത്രയും നല്ലത്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു റാങ്കിൽ എത്താനായിട്ട് ഇതൊക്കെ സാധിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങളും ചെയ്ത് നോക്കുക. എങ്ങനെയാ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അല്ലേ. സ്റ്റേ ട്യൂൺഡ്.